പശ്ചിമ ബംഗാളിലെ ക്ഷേത്ര നഗരമായ അംബിക കൽനയിൽ സ്ഥിതി ചെയ്യുന്ന നബ കൈലാഷ് മന്ദിർ ബംഗാളിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. 1809 ബർദ്വാനിലെ രാജാവായിരുന്ന തേജചന്ദ്ര മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 2 ജ്യാമിതീയ വൃത്തങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന 108 ശിവക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 220 മീറ്റർ ചുറ്റളവുള്ള പുറം വൃത്തത്തിൽ 74 ക്ഷേത്രങ്ങളും 102 മീറ്റർ ചുറ്റളവുള്ള അകത്തെ വൃത്തത്തിൽ ആകെ 34 ക്ഷേത്രങ്ങളുമുണ്ട്. ഏകദേശം 6.1 മീറ്റർ ഉയരവും 2.9 മീറ്റർ വീതിയുമുള്ള ഈ ക്ഷേത്രങ്ങളെല്ലാം പരസ്പരം അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ശിവലിംഗമുണ്ട് എന്നത് കൂടാതെ പുറം വൃത്തത്തിൽ കറുപ്പും വെളുപ്പും മാറി വരുന്ന ശിവലിംഗങ്ങളും അകത്തെ വൃത്തത്തിൽ വെളുത്ത ശിവലിംഗങ്ങളും മാത്രമാണുള്ളത്. വെളുത്ത ശിവലിംഗം ശിവന്റെ ശാന്തവും സമാധാനപരവുമായ രൂപത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും കറുത്ത ശിവലിംഗം രുദ്ര അല്ലെങ്കിൽ ശിവന്റെ കോപാകുലമായ രൂപമാണെന്നും പറയപ്പെടുന്നു. സമുച്ചയത്തിന്റെ ഹൃദയഭാഗത്ത്, അതായത് അകത്തെ വൃത്തത്തിന്റെ മധ്യത്തിൽ, പൂജാവേളയിൽ ഭക്തരുടെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു കിണർ സ്ഥിതി ചെയ്യുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ക്ഷേത്രത്തിന്റെ പരിപാലനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സമുച്ചയത്തിന്റെ സൗന്ദര്യശാസ്ത്രം വർദ്ധിപ്പിക്കുന്നതിലും മാനിക്യൂർ ചെയ്ത പുൽത്തകിടികൾക്ക് ചുറ്റും മിതമായ പൂന്തോട്ടം സംയോജിപ്പിക്കുന്നതിലും രാത്രികാല പ്രകാശത്തിനായി ആധുനിക ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിലും സമീപകാല ശ്രമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സന്ദർശകരെ ആകർഷിക്കാനുള്ള ഈ ശ്രമങ്ങൾക്കിടയിലും ക്ഷേത്രത്തിന്റെ ഘടനാപരമായ അവസ്ഥ ആശങ്കാജനകമായി തുടർന്നു പോരുന്നു. ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും 108 എന്ന സംഖ്യയ്ക്കൊരു നിഗൂഢവും പവിത്രവുമായ സ്ഥാനമുണ്ട്. മതപരമായ ആചാരങ്ങൾ, ഗണിതശാസ്ത്ര പാറ്റേണുകൾ, കോസ്മിക് പ്രതിഭാസങ്ങൾ എന്നിവയിലെ 108 എന്ന സംഖ്യയുടെ സാന്നിധ്യം അതിനെ അഗാധമായ പ്രാധാന്യത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും എപ്പിസോഡുകളും നിരവധി വേട്ടയാടൽ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. ഹിന്ദുമതത്തിൽ 108നോടുള്ള ആദരവ് ആഴത്തിൽ വേരൂന്നിയതാണ്. അതിനാൽ 108 എന്ന സംഖ്യ ഒരു പവിത്രവും മംഗളകരവുമായ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു. 108 ഉപനിഷത്തുകൾ, പുരാതന ഇന്ത്യൻ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ 108 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ഹിന്ദു പ്രപഞ്ചശാസ്ത്രം വിഭാവനം ചെയ്യുന്നു. കൂടാതെ 108 പീഠങ്ങൾ അഥവാ പുണ്യസ്ഥലങ്ങൾ ഇന്ത്യയിലുടനീളം ചിതറിക്കിടക്കുന്നു. ഈ പ്രാധാന്യം മാലയിലെ 108 മുത്തുകൾ, അതായത് ധ്യാനത്തിനും ജപത്തിനും ഉപയോഗിക്കുന്ന പ്രാർത്ഥന മുത്തുകളുടെ ഒരു ചരട് എന്നിങ്ങനെയുള്ള വിവിധ പരിശീലനങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇവയ്ക്ക് പുറമെ അംബിക കൽനയിലെ രാജ്ബാരി സമുച്ചയത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഇതും ഈ നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. പ്രതാപേശ്വർ ക്ഷേത്രം, റാസ് മാഞ്ച, ലാൽജിയു ക്ഷേത്രം, ഗിരി ഗോബർദ്ധൻ ക്ഷേത്രം, കൃഷ്ണചന്ദ്ര ക്ഷേത്രം, വിജയ് വൈദ്യനാഥ ക്ഷേത്രം, രൂപേശ്വര ശിവയുടെ ചാന്ദിനി എന്നിവ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങൾ രാജ്ബാരി സമുച്ചയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള കൊൽക്കത്ത വിമാനത്താവളമാണ് കൽന ശിവമന്ദിറിൽ നിന്നും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. കൽന ശിവമന്ദിറിൽ നിന്നും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള കലൻ റെയിൽവേ സ്റ്റേഷനാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ രാജ്യത്തെ മറ്റ് നഗരങ്ങളുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാദേശിക ഗതാഗത സേവനങ്ങളോ ടാക്സി ഉപയോഗിച്ച് എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിലെത്താൻ കഴിയും.